ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. ഇന്നൊരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ട് മീൻ മുളകിടുന്ന കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഇതേ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈ കറി എടുക്കാൻ പറ്റും കേട്ടോ. പത്തിരിക്ക്, ചപ്പാത്തിക്ക്, പിന്നെ നീർദോശയ്ക്ക്, ഓട്ടടയ്ക്കൊക്കെ ഈ കറി ഉപയോഗിക്കാം. അപ്പോൾ ഇതാ അതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചിട്ടതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയും പച്ചമുളകും അവിടെ വാടി വരുമ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന മുരിങ്ങ ഇലയും പിന്നെ മത്തൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ കറി ഇതാക്കുക ഉച്ചയ്ക്കും, പിന്നെ മുരിങ്ങ ഉപ്പേരി വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കിതാ പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ വാടി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഈ മുരിങ്ങ ഊരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ പെട്ടെന്ന് തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ മടി കൂടാതെ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇല്ലികളെല്ലാം ഒരു ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ആക്കിയെടുത്താൽ എന്നാൽ വേഗം നമുക്ക് മുരിങ്ങയില നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേന്നുള്ളൂ. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയുന്നവർ വിചാരിക്കും ഇതിപ്പോൾ എന്താ കാണിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് എരിവുള്ള പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതാണ് സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത്, നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. എല്ലാവരും പുളിയല്ലേ ഇടുക, പക്ഷേ ഈ നാരങ്ങ പിഴിഞ്ഞിട്ടൊന്നും മീൻ മുളകിട്ട് കൊണ്ടു സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഒഴിക്കണേ. ഇനി ഇതിലേക്ക് ഇതാ തിളച്ച വെള്ളം വേണം കേട്ടോ. വാട്ടിയെടുത്ത മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മീൻ കറി വെക്കുമ്പോഴായാലും എന്ത് കറി വെക്കുമ്പോഴായാലും പിന്നെ വാട്ടിയ സാധനത്തിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ അതുപോലെ പെട്ടെന്ന് തിളച്ചിട്ടു കേട്ടോ. ഇതിലേക്ക് ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കരിവേപ്പില കുറച്ച് കഴുകി വെച്ചത് ഇതിൻ്റെ മേലെ കൂടെ വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഒന്നും കൂടെ മേലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഐസ് പോവാനുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ പോരായ്ക ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നാരങ്ങ പിഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് മീൻ മുളകിട്ട് വെക്കൊണ്ടു സംഭവം കിടുവാണ് കേട്ടോ. പുളിയിട്ട് ഉണ്ടാക്കുന്ന മീൻ കറീനേക്കാളും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു 2-3 ഇല ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് സംഭവം വേറിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റാണ് കേട്ടോ. അതിലുള്ളത് കാണിച്ചു തരാം. പഞ്ചസാര, പരിപ്പ്, മഞ്ഞൾപ്പൊടി, ചായപ്പൊടി, ഇതെന്താ അരി, മുളക് പൊടി, അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക. ഇതാണ് കേട്ടോ സംഭവം. ഭയങ്കര ഇഷ്ടമായത് ഏലക്ക ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നെ ചെറുപയർ, ഉപ്പ്, പിന്നെ ചെറിയൊരു പേക്ക് നെയ്യ്. ഇതൊക്കെയാണ് റേഷൻ കടയിൽ കിറ്റിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറയുന്നത് മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയും ആയിട്ട് വരാം. താങ്ക്